എല്ലാവരും അമ്മേനെ കാണാന്ന് പറഞ്ഞ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയത് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം വാട്സപ്പിൽ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞിട്ട് പോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അതാണ് നമുക്ക് സന്തോഷമായിട്ട് ഈ ടെസ്റ്റ് റിസൾട്ട് കൊണ്ട് പോകുന്ന കാരണം വൈകിട്ട് കുറേ നേരമായിട്ടുണ്ട് വന്നപ്പോൾ. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അതാണ് എന്നും കാണിച്ചു തരാത്തത്. പിന്നെ എന്തെങ്കിലും ഒരു ശരിക്കൊരു തീരുമാനം ആയിട്ട് വേണം നിങ്ങളത്തേക്ക് പറയാന്ന് വിചാരിച്ചത്. അത് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അന്ന് പോയത്. അത് റിസൾട്ട് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇന്ന് നമുക്കതൊന്ന് ശരിക്ക് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ടാട്ടോ, അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടെടുക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. എല്ലാരും പറയുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പറയണ ഇതല്ല എല്ലാവരുടെ അടുത്തുള്ളൂ, നമ്മളിത് കേൾക്കണത്. ഒന്ന് കണ്ടോട്ടെ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത്. അപ്പൊ അമ്മനെ എങ്ങനെയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായില്ലേ പറഞ്ഞത്. അപ്പൊ രണ്ടാളും കൂടി പറയുമ്പോ ചിലപ്പോ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ ഭാഷ ചിലപ്പോ തിരിയാഞ്ഞിട്ടാവും. കുറെ വേറെ സ്ഥലത്തേക്കൊക്കെ എന്നുള്ളവർക്ക് നമ്മളിങ്ങനെ പറയണ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അമ്മേന്റെ റിസൾട്ട് ഇപ്പോൾ RCC തന്നെ കാണിച്ചിട്ട് ഓര് പറയണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഫസ്റ്റ് മുതലേ അമ്മേന്റെ ചികിത്സ തുടങ്ങിയത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഓരെന്നെ അതിനൊരു എന്താ പറയണ്ടെന്ന് ഒരാക്കി തരുന്ന പറഞ്ഞിട്ടോ. അപ്പം റിസൾട്ടിൽ മുഴ കാണുന്നുണ്ട്. അതാണ്. അപ്പൊ അത് എന്താ ഒരുപാട് ടെസ്റ്റുകൾ വേണ്ടി വരും. അപ്പൊ എങ്ങനെ ഇത് ഇപ്പൊ നമുക്ക് അവിടെ റേഡിയേഷൻ കീം എല്ലാം കഴിഞ്ഞിട്ടുള്ളതല്ലേ. അപ്പൊ അങ്ങനെ മഴ വരാൻ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ എല്ലാരും പറയാം അവിടെ തന്നെ കൊണ്ടുപോകണം കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇങ്ങനെ കടന്നാണ്ട് എങ്ങനെ കൊണ്ടുപോവാ? ഈ ബദനിച്ചാണ്ട് നമുക്ക് ട്രെയിൻ കയറി ഒന്നും പോവാൻ വയ്യ. ഞാനും എളിയനും പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ പറയണം നോക്കട്ടെ. അവിടെ കോഴിക്കോട് നിന്ന് പറഞ്ഞത് ഇപ്പൊ ഡോക്ടർ അമ്മേനെ കൊണ്ടുപോവാതെ ആരെങ്കിലും പോയിട്ട് അവിടുത്തെ ഡോക്ടറോട് ഈ റിസൾട്ട് കാണിച്ചിട്ട് എന്താണ് പറയണത് എന്ന് പറയാനാ പറഞ്ഞത്, കാണിക്കാനാ പറഞ്ഞത്. എന്നിട്ട് എന്താണ് ആള് പറയണ വെച്ചാല് അതിനനുസരിച്ച് ചിലപ്പോൾ സർജറി ആൾക്കൊക്കെ പറയുകയാണെങ്കിൽ ചെയ്യേണ്ടി. നമ്മൾ ഇവിടെ കോഴിക്കോട് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഉള്ളിടത്ത് പോയി ചെയ്യേണ്ടി വരും. ഫസ്റ്റ് അതിനുള്ളത് അറിയണം. അങ്ങനെയൊക്കെ വേണം കേട്ടോ കാര്യങ്ങള്. പോയി മരുന്നൊക്കെ തന്നാ ഓക്കെ. അപ്പൊ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. എങ്ങനെയുണ്ട് 2 ദിവസമായി പോയിട്ട്? സ്കൂളൊക്കെ വയ്ക്കാണ്. 2 ദിവസമായില്ലേ. ക്ലാസ് പഠിപ്പൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇന്ന് വൈകുന്നേരം വരണ്ടായിരുന്നു, ഇന്നലെയും വൈകുന്നേരം വരണ്ടായിരുന്നു. ചേർന്നെന്ന് മാത്രം ഉച്ച വരെ ഉണ്ടായിട്ടുള്ളൂ. ഒരു യൂണിഫോം കുട്ടികളൊന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ടില്ല. അടിച്ചൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോ ഇന്ന് വീഡിയോ വേണ്ടെന്ന് കരുതിയുണ്ടോ? പിന്നെ ഫോണിനൊരു ഒഴിവില്ല. എന്തായി പിന്നെ കമന്റിൽ ഒഴിവില്ല. ഇന്നത്തെ കമന്റിൽ പറയണ്ടല്ലോ ആൾക്കാർ ഇന്നത്തെ വിശേഷം ഒന്നും കണ്ടില്ല. അപ്പൊ ഒന്നും കൂടി ഇല്ല. എന്നിട്ട് ആകെ നമുക്കൊരു ഒഴിവുണ്ടാവില്ല. അതുകൊണ്ടൊരു വീഡിയോ എടുക്കണ്ടോ. വാട്സപ്പിൽ നോക്കാൻ പറ്റണില്ല. ഇന്ന് ഞങ്ങള് പോയത് തന്നെയായിരുന്നു. ഉച്ചക്ക് വന്നത്. ഇന്ന് രാവിലെ 8 കാര്യങ്ങൾക്ക് വേണ്ടി പോയി അമ്മേന്റെ. ഇന്നലെ ഞാൻ പാടി. ഇപ്പൊ പോവാൻ നിൽക്കാണ്. സന്തോഷേട്ടൻ്റെ ഹോസ്പിറ്റലിൽ പോവാനുണ്ട്. കണ്ടൂര് പോണം. ഇവിടെ ആണെങ്കിൽ കനത്ത മഴ എന്ന് പറയില്ല, ആ മഴയാണ് എല്ലായിടത്തും ഉണ്ടാവും. പോവാൻ വേണ്ടി ഡ്രസ്സൊക്കെ മറിയാൻ നിൽക്കട്ടോ. ഇവരൊക്കെ നോക്കാൻ എനിക്കും വരുന്നത് വേണ്ടേ? എല്ലാരും രോഗികളായാലും പറ്റില്ലല്ലോ, ഒരാൾ താങ്ങ് വേണ്ടേ. അപ്പൊ 5:30 ആകുമ്പോഴേക്കിന് എത്താൻ വേണ്ട സന്തോഷേട്ടനെ നോക്കണം ഡോക്ടറെ അടുത്തേക്ക്. അപ്പൊ അങ്ങനെ അവിടേക്ക് പോകേണ്ടി നിൽക്കാം. മൂത്രക്കല്ലിന്റെ പ്രശ്നമുണ്ട്. എന്റെ മരുന്ന് അലർജിയുടെ അസുഖം കേട്ട എല്ലാവർക്കും പറയട്ടെ. എന്റെ മരുന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ അത് വേണ്ടെന്ന് അതങ്ങൾക്ക് എല്ലാ സ്ഥലത്തൊന്നും കിട്ടൂലേ. ഇവിടെ വണ്ടൂര് മാത്രമുള്ള അങ്ങനത്തെ കിട്ടുള്ളൂ, അല്ലാതെ അടുത്തൊന്നും കിട്ടൂല. അപ്പൊ പോണ പോക്കിൽ അത് വാങ്ങിട്ട് വരാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ചെറിയ സ്കാനിങ് എടുക്കാണ്ട് ഊരന്റെ മൂത്ര പഴുപ്പല്ല കല്ല് കഴിഞ്ഞ 2 വർഷം മുന്നേ 5 നമുക്ക് ഉണ്ടായിരുന്നു. വേദന തുടങ്ങിയിട്ട് ടെൻഷൻ കൂടുമ്പോ തോന്നുന്നു ആ വേദന വല്ലാതെ കൂടുന്നുണ്ട് എന്ന്. ഈ RCCക്ക് പോണ ദിവസങ്ങളിലൊക്കെ
അന്ന് മാത്രം വേദന ഉണ്ടാവും, അന്ന് ആ പോണ സമയത്ത്. എന്നിട്ട് പിന്നെ കൂവെള്ളം ഉണ്ടാക്കി കുടിക്കലും വേദന ഗുളിക കയ്യിൽ കരുതലും. 2 പ്രാവശ്യം ഞാൻ ആയുർവേദം കുടിച്ചാണ്, പക്ഷേ ശരിയാവില്ല. ഒന്ന് റെഡി ആവേണ്ട അമ്മേന്റെ പണിയാണ് ഉന്തി തള്ളി വിടുന്നത്. എനിക്ക് പോകാൻ പൂതിയൊന്നുമില്ല. ഇല്ല അമ്മ പാട്ടടി കൊടുക്കി നിങ്ങള് അപ്പൂടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ പാട്ടട അമ്മേനോട് ഇന്ന് അമ്മേടെ കൂട്ടുകാരികളൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പൊ അമ്മ ഹാപ്പിയാണ്. എന്താ അമ്മ ഞാനോ അമ്മയൊക്കെ പാട്ടിടാൻ നീക്കില്ല. ഞാനവിടെ പോയി എന്നുണ്ട് 2 ഗുളികയും കൊടുത്താ നീക്കിരുന്നില്ലേ. നീച്ച് മെല്ലെ പിടിച്ച് നടക്കൊക്കെ ചെയ്യൂട്ടോ. വേദനിച്ചിട്ടാണ്. വേദനയോട് മാറിയാ ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ. 5 മണിയായി. 5 മണിയാ 5:30 എത്തിയാൽ മതി. ഞാൻ പോയിക്കൊണ്ട് ചീത്താറിനൊക്കെ എന്ത് വരെ പോറാണ്. മേലേക്ക് കയറിയ പോയി പോരെ. അമ്മേടെ വർത്താനം കേട്ട് കൊറേ കാലമായി 2 ആൾക്കാർ. ചെറുക്കിട മോൻ കണ്ടാതെ ഒന്നും ചിരിച്ചു കൊടുത്ത എല്ലാവർക്കും നിങ്ങളെ അല്ലേ. ഇത് ചെറുക്കിട മോൻ കണ്ടാതെ ഒന്നുമില്ല, അവരും അതന്നെ പറയണേ. ചെറുക്കിട മോൻ നടക്കണതൊക്കെ കേട്ട് ഞങ്ങൾ വരാട്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് റിസൾട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കറക്റ്റ് അറിയട്ടെ. എനിക്കിപ്പോ എന്താ വെച്ചാൽ RCCയിൽ പോയി ചികിത്സിക്കണം തന്നെയാണ്. അതിന് അമ്മ പോന്നില്ല എന്ന് പറഞ്ഞു നിൽക്കണം. അതാണ് മെയിൻ പ്രശ്നം അവിടെ. അമ്മ പോയില്ല. ഫസ്റ്റ് ഇപ്പൊ പോട്ടെ, ഇനിയിപ്പോ കൂടാതെ കഴിയൂലെങ്കിൽ പോകന്നാന്ന് വേണ്ടി വരും. അവിടെ ഉള്ള കാര്യം വെച്ചാല് പോകേണ്ടി വരും. അങ്ങനെ ആകുമ്പോ നമ്മള് ഇവിടുന്ന് ഇടവേണ്ടം തന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തുതരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ബുദ്ധിമുട്ടില്ലാതിരിക്കാന്. അപ്പൊ പിന്നെ അങ്ങനെ പോവാം. അപ്പൊ ഏതായാലും ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വരട്ടോ കാര്യങ്ങളൊക്കെ. എന്നാലും എന്നും ചെറിയൊരു 5 മിനിറ്റെങ്കിലും ഞങ്ങളൊരു വീഡിയോ ഇട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയട്ടെ, നാളെ കാണാം. എല്ലാരും പ്രാർത്ഥിക്കാം.